നമസ്കാരം. സമയം മലയാളത്തിലേക്ക് സ്വാഗതം. സ്വർണം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരും കയ്യിലുള്ള സ്വർണം വിൽക്കാൻ ആലോചിക്കുന്നവരും ഒരുപോലെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുറച്ചു കാലമായി മുകളിലേക്ക് മാത്രം കുതിച്ചുകൊണ്ടിരുന്ന സ്വർണ്ണവില പെട്ടെന്ന് താഴേക്ക് പതിക്കുമോ? കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് 60,000 രൂപ റേഞ്ചിലേക്ക് വില കുറയാൻ സാധ്യതയുണ്ടോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം പിന്നിൽ റഷ്യയിൽ നിന്നുള്ള ഒരു നിർണായക നീക്കമാണ് കാരണമായി പറയുന്നത്. ലോകവിപണിയെയും സ്വർണ്ണവിലയെയും കീഴ്മേൽ മറിക്കാൻ പോകുന്ന ആ മാറ്റം എന്താണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. നമുക്കറിയാം, 2025 സ്വർണ്ണവിലയിൽ ഉണ്ടായത് സമാനതകളില്ലാത്ത കുതിപ്പാണ്. ഏകദേശം 70% വർധനവാണ് കഴിഞ്ഞ വർഷം മാത്രം ഉണ്ടായത്. 2026 തുടങ്ങിയപ്പോഴേക്കും ഈ ആവേശം കുറഞ്ഞില്ല. ജനുവരി 29-ന് കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില ചരിത്രത്തിൽ ആദ്യമായി 1,30,000 രൂപ കടന്നു. ലോകത്തെ ഞെട്ടിച്ച ഒരു റെക്കോർഡ് നേട്ടമായിരുന്നു അത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിപണിയിൽ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച സ്വർണ്ണവില പവന് 1,10,000 രൂപയിലായിരുന്നു വ്യാപാരം നടന്നത്. ഈ ഇടിവ് വെറുമൊരു തുടക്കം മാത്രമാണോ എന്നാണ് ഇപ്പോൾ നിക്ഷേപകർ ഉറ്റുനോക്കുന്നത്. സ്വർണ്ണവില ഇത്രയധികം കൂടാൻ പ്രധാന കാരണം ലോകരാജ്യങ്ങൾക്കിടയിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളും ഡോളറിന്റെ മൂല്യത്തകർച്ചയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കഥ മാറുകയാണ്. ബ്ലൂബർഗ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യ വീണ്ടും അമേരിക്കൻ ഡോളറുമായി അടുക്കുന്നു എന്നതാണ് പ്രധാന വാർത്ത. യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് അമേരിക്ക റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ കാരണം റഷ്യ ഡോളറിനെ ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു. പകരം സ്വർണത്തെയും മറ്റ് കറൻസിയെയും ആശ്രയിച്ചാണ് റഷ്യ വ്യാപാരം നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ റഷ്യൻ ഭരണകൂടം US-ഉമായി വീണ്ടും സാമ്പത്തിക സഹകരണത്തിന് വഴി തേടുന്നു എന്ന സൂചനകളാണ് വരുന്നത്. ഇവിടെയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന ഘടകം വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റ് കറൻസികളിലേക്കുള്ള വ്യാപാരം അംഗീകരിക്കില്ലെന്ന കർശനമായ നിലപാടാണ്. ഈ സാഹചര്യത്തിൽ ലോകവിപണിയിൽ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ റഷ്യ വീണ്ടും ഡോളറിലേക്ക് മടങ്ങാൻ ആലോചിക്കുന്നു. ഇതാണ് ഡീഡോളറൈസേഷൻ എന്ന നീക്കത്തിന് തിരിച്ചടിയാകുന്നത്. റഷ്യ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങൾ ഡോളറിന് പകരമായി സ്വർണം വാരിക്കൂട്ടുകയായിരുന്നു ഇതുവരെ ചെയ്തത്. റഷ്യ ഈ പിന്മാറ്റം നടത്തിയാൽ സ്വർണത്തിലുള്ള ആഗോള ഡിമാൻഡ് കുത്തനെ കുറയും. ഡിമാൻഡ് കുറഞ്ഞാൽ സ്വാഭാവികമായും വിലയും താഴേക്ക് വരും. മറ്റൊരു പ്രധാന കാര്യം സെൻട്രൽ ബാങ്കുകളുടെ നിലപാടാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾ കഴിഞ്ഞ വർഷത്തിൽ വലിയ തോതിൽ സ്വർണം വാങ്ങി ശേഖരിച്ചിരുന്നു. ഇതാണ് സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിലേക്ക് എത്തിച്ചത്. എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ തെളിയുകയും റഷ്യ ഡോളറിലേക്ക് മടങ്ങുകയും ചെയ്താൽ സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങിക്കുന്നത് കുറയുകയും ചില ബാങ്കുകൾ സ്വർണം വിൽക്കാൻ തുടങ്ങിയാൽ വിപണിയിൽ സ്വർണത്തിന്റെ ലഭ്യത കൂടുകയും വില കുത്തനെ ഇടിയുകയും ചെയ്യും. സാമ്പത്തിക വിദഗ്ധനായ അമിത് ഗോയലിനെ പോലുള്ളവർ നൽകുന്ന സൂചനകൾ അനുസരിച്ച് രാജ്യാന്തര വിപണിയിൽ സ്വർണം ഔൺസിന് $3,000 എന്ന നിലവാരത്തിലേക്ക് എത്തിയേക്കാം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇന്ത്യൻ വിപണിയിൽ 10 ഗ്രാം സ്വർണത്തിന് 1,00,000 രൂപയിൽ താഴേക്ക് വില വരും. ഇതിനർത്ഥം കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില 64,000 രൂപ എന്ന നിലയിലേക്ക് താഴാൻ സാധ്യതയുണ്ടെന്നാണ്. ഇപ്പോൾ സ്വർണം വാങ്ങിക്കുന്നവർക്ക് ഇതൊരു തിരിച്ചടിയായി തോന്നുമെങ്കിലും പുതിയതായി സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ഇതൊരു വലിയ അവസരമാണ്. അമേരിക്കയിലെ പണപ്പെരുപ്പവും ഫെഡറൽ റിസർവ് പലിശ നിരക്കിൽ വരുത്തുന്ന മാറ്റങ്ങളും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. ഡോളർ കരുത്താർജിച്ചാൽ സ്വർണം നിക്ഷേപകർക്ക് അത്ര ആകർഷകമല്ലാതാകും. റഷ്യയുടെ ഈ നീക്കം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടില്ലെങ്കിലും വിപണിയിൽ ഇതിനോടകം തന്നെ അതിന്റെ തരംഗങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലെ ആഗോള നീക്കങ്ങൾ സ്വർണത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നതിൽ നിർണായകമാകും. ചുരുക്കത്തിൽ സ്വർണ്ണവില ഇനിയും കുറയാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. വിപണിയിലെ ഈ ചാഞ്ചാട്ടം നിക്ഷേപകർ ഗൗരവത്തോടെ കാണണം. സ്വർണത്തിൽ പണമിടാൻ ആഗ്രഹിക്കുന്നവർ വിപണി കൃത്യമായി നിരീക്ഷിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. ശ്രദ്ധിക്കുക, ഈ വീഡിയോ അറിവിലേക്ക് മാത്രമുള്ളതാണ്. സ്വർണത്തിലോ ഓഹരി വിപണിയിലോ പണമിടുന്നതിന് മുൻപ് കൃത്യമായ പഠനം നടത്തുകയോ ഒരു സാമ്പത്തിക വിദഗ്ധനുമായി ചർച്ച ചെയ്യുകയോ ചെയ്യുന്നത് നല്ലതാണ്. ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.